ഇപ്പോൾ സമയം ഏകദേശം 1:35. എന്താ അറിഞ്ഞൂടാ, വളരെയല്ല, നല്ല ചൂട് പപ്സ് കഴിക്കാൻ ഭയങ്കര ഒരു കൗതുകം. ലൈക്ക് ഈ സമയത്ത് എൻ്റെ ഒരു അറിവിൽ നല്ല ചൂട് പപ്സ് കിട്ടുന്ന സ്ഥലം ഏതാണ്? പാനൂരായിരിക്കും. പാനൂർ MRA ചൂട് പപ്സ് നോർമലി കിട്ടാറുണ്ട്. എനിക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ ദൂരമുണ്ട്. പപ്സിന് വേണ്ടി നമ്മൾ 7 കിലോമീറ്റർ ആണെങ്കിൽ 50 കിലോമീറ്റർ പോകും. സോ ലെറ്റ്സ് ഗോ ആൻഡ് ബൈ ദ പപ്സ് ഗൈസ്. പപ്സ്. അങ്ങനെ നമ്മൾ MRA പാനൂരെത്തി ഗൈസ്. നമുക്ക് ഇവിടുന്ന് പപ്സ് മേടിച്ചില്ല, പാസ്വേഡ് മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോകാം. ഇതായിരിക്കും നല്ല. അങ്ങനെ ഗൈസ് നമ്മുടെ പപ്സും കാണാൻ കിട്ടി. സമൂസയും വേറെ കുറേ കടികളുണ്ട്. നമ്മളൊരു പപ്സും 2 പപ്സും സാൻഡ്വിച്ച് മേടിച്ചിട്ടുണ്ട്. വീട്ടിൽ പോയി കഴിയുണ്ട് ഗൈസ്. നമ്മുടെ പപ്സ് ആ ചൂടുണ്ട്. പപ്സും ഒരു സാൻഡ്വിച്ചുമാണ് ഗൈസ് ഞാൻ മേടിച്ചത്. സാൻഡ്വിച്ചാണ് പറയട്ടെ. പപ്സിന് ചൂടുണ്ട് ഗൈസ്. നമുക്ക് പപ്സ് എന്തായാലും പൊളിച്ച് കഴിക്കാം. ഓൾമോസ്റ്റ് ഒരു 14 കിലോമീറ്റർ ഓടെ പോയിട്ടാണ് ഈ സാധനം മേടിച്ചുകൊണ്ട് വന്നത്. ഞാൻ അപ്പ് ആൻഡ് ഡൗൺ ഉദ്ദേശിച്ചിട്ടാണ് ഗൈസ്. അതും ഈ വെയിലത്ത് 2 മണിയാറ് കഴിച്ചോളൂ ഗൈസ്. കണ്ടു ചൂട് മുട്ട പപ്സ്. കാണാൻ തന്നെ തിരിച്ച ചൂട് മുട്ട പപ്സ് എന്നും എൻ്റെ വീക്ക്നെസ് ഉണ്ട് ഗൈസ്. നമ്മളെന്ത് ചെയ്യുക, പപ്സ് ഇങ്ങനെ എടുക്കണം ഗൈസ്. ഈ വീഡിയോ കിട്ടുന്നുണ്ടോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. പപ്സ് ഇങ്ങനെ എടുക്കുക. ഓ, സോസും കൂടെ ഉണ്ട്. അതും കൂടി ഇട്ട് വെച്ചാണല്ലോ സെറ്റ് സാധനം. ചൂടുള്ളതുകൊണ്ട് അടിപൊളിയാണ്. പപ്സ് കഴിച്ചതിൻ്റെ സാൻഡ്വിച്ചിൻ്റെ റിവ്യൂ പറയാം. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ സാൻഡ്വിച്ച്. ഈ പപ്സ് 2 പപ്സ് ഞാൻ കഴിച്ചപ്പോൾ ടൊമാറ്റോ സോസ് കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു. അടിപൊളി. സാൻഡ്വിച്ച് കഴിച്ചോ ഗൈസ്, ഉണ്ട് നോക്കാം. കുഴപ്പമില്ല. ഫസ്റ്റ് ബൈറ്റ് എനിക്ക് കുഴപ്പമില്ല. ബണ്ണ കൂടുതൽ കിട്ടി. അത്യാവശ്യം ചിക്കനുണ്ട്, ഉള്ളി, ആയിട്ട് അത് സോസും കൂടി ആഡ് ചെയ്താൽ രസമുണ്ട്. കഴിച്ചാൽ ബാക്കി പറയാം കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നല്ല ചൂട് മുട്ട പപ്സ് കിട്ടാൻ 7, 14, 50 കിലോമീറ്റർ പോയാലും ഒരു കുഴപ്പമില്ല. ചൂട് മുട്ട പപ്സ് ആയിരിക്കണം. ചൂട് മുട്ട പപ്സിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ട് ഗൈസ്. സാൻഡ്വിച്ച് കുഴപ്പമില്ല. സാൻഡ്വിച്ച് അത്ര പോലെ. മുട്ട പപ്സാണ് അതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഒരു മുട്ട പപ്സ് കഴിച്ച വീഡിയോ ഇന്നത്തെ ഉള്ളൂ ഗൈസ്.